Welcome to Israel, the Holy Land place. ഇസ്രായേലിലെ ഒരു തുറമുഖ പട്ടണമാണ് ഹൈഫ പട്ടണം. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് നമ്മൾ ഈ കാണുന്ന ഹൈഫ. ബൈബിളിൽ നേരിട്ട് പരാമർശനം ഹൈഫയെക്കുറിച്ച് ഇല്ലെങ്കിൽ പോലും നമ്മൾ കാണുന്ന ഈ കാഴ്ച കർമേൽ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. ഏലീശ പ്രവാചകനെയും ഒക്കെ ആയിരിക്കും കർമേൽ പർവ്വതം നമുക്ക് ഓർമ്മയിൽ കൊണ്ടുവരുന്നത്. ഈ പ്രദേശം ധാരാളം എണ്ണ നിക്ഷേപം ഉള്ള സ്ഥലം കൂടെയാണ്. ഇസ്രായേൽ രാജ്യം രൂപീകൃതമായപ്പോൾ ഈ പ്രദേശത്ത് അവർ ധാരാളം പര്യവേഷണങ്ങളും നടത്തുവാനായി ഇടയായി. ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളിൽ ഒരു ഗോത്രമാണ് ആശേർ ഗോത്രം. ആശേർ ഗോത്രത്തിന് വീതം കിട്ടിയ സ്ഥലമാണ് ഈ പ്രദേശം. ആവർത്തന പുസ്തകത്തിലെ ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എണ്ണ നിക്ഷേപം ഉണ്ട് എന്ന് കണ്ടുപിടിപ്പാനായി ഇടയായത്. ആശേർ ഗോത്രത്തെക്കുറിച്ച് മനോഹരമായൊരു വർണ്ണനയാണ് ആവർത്തന പുസ്തകം 33-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വാക്യത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ പ്രദേശത്ത് എണ്ണ നിക്ഷേപം ഉണ്ട് എന്ന് ഇസ്രായേൽ ജനം കണ്ടുപിടിപ്പാനായി ഇടയായി തീർന്നത്. ആ വാക്യം ഏതെന്ന് അറിയാൻ നമുക്കേവർക്കും കൗതുകമുണ്ടായിരിക്കും. ഇതാണ് ആ പ്രശസ്തമായ വാക്യം. ആവർത്തന പുസ്തകം 33-24 ആശേരിനെക്കുറിച്ച് അവൻ പറഞ്ഞത്: ആശേർ പുത്രസമ്പത്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ സഹോദരന്മാർക്ക് ഇഷ്ടനായിരിക്കട്ടെ, അവൻ കാൽ എണ്ണയിൽ മുക്കട്ടെ. ന്യായപ്രമാണം അല്ലെങ്കിൽ തോറ എന്ന് വിളിക്കുന്ന പഴയ നിയമ പുസ്തകങ്ങൾ ശരിക്കും പഠിച്ച് മനസ്സിലാക്കുന്ന യഹൂദന് ഈ വാക്യത്തിൻ്റെ ആധികാരികത മനസ്സിലാക്കുവാൻ ഏറെ സമയമൊന്നും എടുത്തില്ലെന്നതാണ് സത്യം. അതിൻ്റെ ഫലമായി അവർ ഈ പ്രദേശത്ത് പര്യവേഷണം നടത്തുകയും ധാരാളം എണ്ണ നിക്ഷേപം കണ്ടെത്തുകയും ചെയ്തു. ഇസ്രായേൽ സന്ദർശിക്കുന്നവർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു തുറമുഖ പട്ടണമാണ് ഹൈഫ.